നമ്മൾ കുറ്റ്യാട് എത്തിയിട്ടുണ്ട്. തൊട്ടിൽപ്പാലം എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. കോട്ടക്കലിൽ നിന്നും 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് അവിടെ എത്തിയത്. നമ്മളത് ഷാൽമാഷ മോനാട്ട് ഇവരുണ്ട്, എൻ്റെ പെങ്ങളെ ജ്യേഷ്ഠൻ അനിയൻ്റെ മക്കളൊക്കെ ഉണ്ട്. നമ്മളിങ്ങോട്ട് വന്നത് എന്തിനാന്നുള്ളത്, അവിടെ ഒരു കച്ചവടക്കാരുണ്ട്. അപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ, കച്ചവടക്കാരൻ വീൽ ചെയറിലാണ്. കുട്ടി ചെറിയ വയസ്സുള്ളൂ. ആ കൊച്ചു പള്ളി അണ്ടിലങ്ങൾ എല്ലാവരും ഇപ്പോൾ വിഷ്വലിൽ കാണണ്ട. ആ പള്ളിൻ്റെ അവിടെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഒരാൾ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ ഞാൻ എടുത്തത്, ഇവരൊക്കെ നേരിട്ട് ഇത് കാണണം. ഇങ്ങനത്തെ മക്കളൊക്കെ വീട്ടിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തേക്കാരം വയസ്സിന് വീട്ടിലെ അവസ്ഥ? ഫോണിൽ കളിക്കും. കണ്ടില്ലേ, ഫോണിൽ കളിച്ചാൽ എന്താ ദോഷം? ബുദ്ധി കുറേ ഒരു ഗുണം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഇവന് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ബാബരിയടാ മക്കൾ വരി. ഈ കുട്ടി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഇവനെ നമ്മളൊരു നേരത്തെ വീഡിയോ ചെയ്തിട്ട് കുറേ സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സംഖ്യ ഇട്ട് ഇപ്പോൾ കുറച്ച് പൈസ ഏൽപ്പിക്കണം. പിന്നെ നിങ്ങൾ അവൻ കച്ചവടം ചെയ്യുന്ന രീതി ഒന്ന് കാണണമല്ലോ. രോഗത്തെ അതിജീവിച്ച് മനക്കരുത്ത് കൊണ്ട് പോരാടുന്ന നമ്മുടെ അനിയൻകുട്ടിയെ കാണാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ മൈക്ക് കുത്തട്ടെ. റുവൈസ്, ഇതാണ് നമ്മുടെ റുവൈസ് മോനെ. കണ്ടില്ലേ, റുവൈസ് വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. ഈ ചെറിയ മനോഹരമായ പള്ളിയുടെ മുന്നിലാണ് കച്ചവടം ചെയ്യുന്നത്. എന്തൊക്കെയാ സാധനങ്ങളുള്ളത്? അത്ര ഞാൻ ഉണ്ടാക്കുന്ന ഫാൻസി ഐറ്റങ്ങളുണ്ട്. പിന്നെ തെസ്ബിയ മാലകള്. ഇതുണ്ടാക്കണം, നമ്മൾ ഉണ്ടാക്കണം. ഇതെല്ലാം മൊത്തം ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ട് ഇതൊക്കെ റുവൈസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. മോതിരം റുവൈസ് ഉണ്ടാക്കണാണ്. പിന്നെ മാല കമ്മല് കഴിച്ചിട്ടുണ്ട്, ഇപ്പൊ കഴിഞ്ഞു വെച്ചാൽ. പിന്നെ യാത്രകള് പുറത്തു നിർത്ത്. ഓക്കെ. എപ്പോ വീട് ഇതിന്റെ വാടക വീട്ടിലാണ് മോനെ? 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ കാണുന്നത്. നോമ്പിനാണ് വന്നത്. എങ്ങനെയുണ്ട്? അന്ന് സർജറി കഴിഞ്ഞ് കിടക്കുകയാണ് അല്ലേ? അന്ന് സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. പക്ഷെ സത്യം പറയാൻ ഞാൻ അന്നൊരു എനിക്കായിട്ട് തന്നെ ഞാൻ എന്റെ ചാനലിലിടാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ എന്തെങ്കിലും വെച്ച് നിന്നേനു. എന്റെ വരവ് ഞാൻ വന്നത്. പക്ഷേങ്കിൽ നിങ്ങളാ വരുന്നത് എന്തോ, ആരെ കൂട്ടി വരുന്നത് ഒന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ഒരു മലപ്പുറത്ത് നിന്ന് ഒരാളിങ്ങനെ വിളിച്ചിട്ടുണ്ട്, കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണാൻ വരും. ചാര പെട്ടെന്ന് നിങ്ങൾ മുറ്റത്തെത്തുമ്പോൾ നിങ്ങളാന്നുള്ളത് അറിയുന്നത്, വരുന്ന ആളെ ബിഷർ സാറാന്നുള്ളത് അറിയുന്നത്, എല്ലാം അറിയുന്നത്. ആകെ അമ്പരന്ന് പോയി. ഇവന്റെ പുഞ്ചിരി നോക്കി നിങ്ങള്. നമ്മളൊക്കെ ചെറിയൊരു അസുഖം വരുമ്പോൾ ആകെ തളരും, ശരിയല്ലേ? പക്ഷേ എൻ്റെ പ്രേക്ഷകർക്ക് ഒന്ന് പറയാൻ ഇതുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് അസുഖം എന്ന് പറഞ്ഞെടുത്തേ? എനിക്കിപ്പോൾ ബ്രെയിൻ ട്യൂമറാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. 7ാം വയസ്സിലാണ് വന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ജേക്കബ് പാലപ്പാട്ട് സാറാണ് കണ്ടുപിടിച്ചത്. പിന്നെ ചിത്ര ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. RCCന്ന് റേഡിയേഷൻ കഴിഞ്ഞ് 10ാമത്തെ വയസ്സിൽ. പിന്നെ അങ്ങനെ ഇപ്പോൾ MBR മുക്കം MBRന്ന് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ നീട്ടുന്നില്ല. ഇവൻ്റെ ആത്മവിശ്വാസമാണ് നമ്മൾ ഏറ്റവും വീണ്ടും വരെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈ റൂട്ട് എന്ന് പറയുന്നത്, പിന്നെ ഏതാ റൂട്ട് എന്ന് പറഞ്ഞെടുത്തേ? ഇതിപ്പോ വയനാട്ടിൽ നിന്ന് കുറ്റ്യാടി റോഡാണ്. അതായത് കുറ്റ്യാടിയിൽ നിന്ന് വയനാട് റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. തൊട്ടിൽപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എങ്ങനെയുണ്ട് കഴിഞ്ഞ വീഡിയോന്റെ ഇതെന്ന് പറഞ്ഞു? ഞാൻ ചെയ്ത വീഡിയോക്ക് ശേഷം അൽഹംദുലില്ലാ റാഹത്ത് തന്നെ, ഉഷാറായിട്ടുണ്ട്. കുറെ പേര് സഹായിച്ചു. സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ റാഹത്താണ്. ഇന്നലെ മാഷ് ഇങ്ങനെ ഇവനെ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു തിരക്കിലായിരുന്നു. അപ്പം ഞാൻ മാഷോട് പറഞ്ഞു നാളെ പോവാം, എനിക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഉച്ചവരെ, മാഷും ടൈറ്റായിരുന്നു, ഞാനും ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. പക്ഷെ ഇവനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ക്ഷീണങ്ങളൊന്നും അറിഞ്ഞില്ല. വളരെ സന്തോഷമായി ഇവിടെ എത്തിയത്, കാണാൻ സാധിച്ചത്. നമ്മളെ ടീമുണ്ട്, ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. ഇത് ഫൈസൽ മാഷ മകന്, ഇത് ഫൈസൽ മാഷ് പിന്നെ അനിയൻ്റെ മകന്, ഇത് എൻ്റെ മകന്, ഇത് ഫൈസൽ മാഷ് പിന്നെ എളാപ്പാൻ്റെ മകളെ മകന്, മകൻ്റെ മകൻ. ഏതായാലും നമ്മൾ നീട്ടുന്നില്ല. നമ്മൾ സന്തോഷമുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്തൊരു സംഖ്യ നമ്മളെ ഏൽപ്പിക്കുകയാണ്. ബിസ്മില്ലാ. സന്തോഷം ചെയ്യാം. അൽഹംദുലില്ലാ. എന്താ പറയാനുള്ളത്? നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൽ ആരോഗ്യമുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് നമ്മുടെ സുഹൃത്ത് ഏൽപ്പിച്ചാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആരോഗ്യമുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ നിങ്ങൾ ദുആയിൽ ഉൾക്കൊള്ളിക്കുക. ഇവന് പിന്നെ അസുഖമൊക്കെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ നല്ല ഉഷാറായിട്ട് കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകാൻ നല്ല സന്തോഷം. പിന്നെ ഞാൻ എൻ്റെ മക്കളെ ഇവരൊക്കെ കൂട്ടാനുള്ള കാരണം എന്താ? വയസ്സേ നമ്മൾ ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്താൽ
ഒരു കാര്യം 14 ദിവസം തുടർച്ചയായി ചെയ്താൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരും, അത് നമ്മളെ ക്യാരക്ടറായിട്ട് മാറും. ഇപ്പം ഞാൻ എൻ്റെ മകനെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതും ഒരുപാട് പേര് നമ്മളെക്കാളും പ്രയാസപ്പെടുന്നുണ്ടെന്നുള്ളതും കുട്ടികളും മനസ്സിലാകട്ടെ. ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അങ്ങനെ ഈ വെക്കേഷൻ സമയത്ത് ഇവരൊക്കെ പുറത്തിറക്കി ഇങ്ങനെ സോഷ്യൽ വർക്കിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞത് സന്തോഷം. അങ്ങോട്ട് വന്നപ്പോൾ എന്താ തോന്നിയത്? നല്ല നേരങ്ങൾ പോകണേലും പിന്നെ വന്നതിൽ സന്തോഷമുണ്ട്. ഈ വാക്കാനെ കാണാൻ പറ്റിയാലും സന്തോഷമുണ്ടല്ലേ? നിനക്ക് സന്തോഷം സന്തോഷമുണ്ട്. ഹാപ്പിയായി? ഹാപ്പി. വീട്ടിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഫോൺ കളിച്ചിരിക്കുക. ഓക്കെ. നമ്മൾ പിന്നെ ഇവനിപ്പോൾ വീൽ ചെയറിലാണ് ഇപ്പോൾ ഉള്ളത്. കാലിൻ്റെ സർജറിയും കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഉമ്മ വാപ്പ ആരെങ്കിലും വന്ന് അതിലെടുത്ത് വെച്ച് ഇങ്ങോട്ട് ഉന്തി കൊടുന്ന് എപ്പോഴും അവരെ കിട്ടണമെന്നില്ലല്ലോ. വാപ്പ ഒരു മദ്രസ അധ്യാപന, അപ്പോൾ വാടക വീട്ടിലാണ് ഇവർ താമസം. ആരെങ്കിലും ഇലക്ട്രിക് വീൽ ചെയർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവന് എത്തിച്ചെടുക്കുക. ഇവൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. അന്ന് കൊടുക്കണമെന്ന് വേണമെങ്കിൽ ഞാനും വരാം. നമുക്ക് സന്തോഷ നിമിഷം ഒരു ഇലക്ട്രിക് വീൽ ചെയറിനും വേണ്ടിയിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അല്ലേ? ഉപകാരം കിട്ടിയാൽ അതെന്തായിരിക്കും? ഉമ്മ എപ്പം വീട്ടിലുണ്ടോ, ഉമ്മക്ക് എടുത്തു വെക്കാൻ ആർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, തള്ളാനോ ഉമ്മക്കാവൂല, പിന്നെ തള്ളാൻ തീരെ ഉമ്മക്കാവൂല. ആയിക്കോട്ടെ, കിട്ടിക്കോളും.